സ്വാഗതം ഔട്ട് ഓഫ് ഫോക്കസിലേക്ക്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ ഒരു സമാധിയെ ചൊല്ലിയുള്ള കലഹം തർക്കമാണ് ഇന്ന് ഔട്ട് ഓഫ് ഫോക്കസിലെ ആദ്യ വിഷയം. നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ സമാധിയെ ചൊല്ലിയാണ് ഇന്നലെ വലിയ സംഘർഷവും പ്രതിഷേധവും ഒക്കെ ഉണ്ടായത്. കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു ഗോപൻ സ്വാമി അവിടെ നേരത്തെ തന്നെ പണികഴിപ്പിച്ചിരുന്ന ഒരു കല്ലറയിൽ ചെന്ന് സമാധിയായി എന്നും അതിന് പിന്നാലെ നാട്ടുകാർ ആരോടും വിവരം പറയാതെ, അതായത് മരണപ്പെട്ടു എന്ന് അറിയിക്കാതെ ബന്ധുക്കൾ ഒരു സംസ്കാര ചടങ്ങുകളൊക്കെ നടത്തി ഒരു കോൺക്രീറ്റ് സ്ലാബ് വെച്ച് സ്ഥാപിക്കുകയും ചെയ്തത്. അതിൽ ദുരൂഹത ആരോപിച്ച് നാട്ടുകാർ അടക്കം രംഗത്തെത്തി. അതിന് പിന്നാലെ പോലീസ് കേസെടുത്തു. പിന്നാലെ അന്വേഷണം നടത്തുകയും കല്ലറ പൊളിച്ച് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്താൻ പോലീസ് തീരുമാനിക്കുകയും ചെയ്തു. അതിന് പിന്നാലെ ഉദ്യോഗസ്ഥർ അവിടെ സ്ഥലത്തെത്തി. പക്ഷേ കുടുംബത്തെ പിന്തുണച്ച് വിശ്വ ഹിന്ദു പരിഷത്തും ഹിന്ദു ഐക്യവേദി പ്രവർത്തകരൊക്കെ അവിടെ എത്തുകയും നാട്ടുകാരും ഇവരും തമ്മിൽ വലിയ സംഘർഷവും പ്രതിഷേധവും ഒക്കെ അവിടെയുണ്ടായി. അത് ക്രമസമാധാനത്തെ അടക്കം ബാധിച്ചതിന് പിന്നാലെ കല്ലറ പൊളിക്കേണ്ട എന്ന് ഇന്നലെ തീരുമാനിച്ചു. പക്ഷേ വരും ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം കല്ലറ പൊളിച്ച് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്താൻ തന്നെയാണ് പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ കുടുംബം ഇതിനെതിരെ നിയമപരമായി പോരാടാനാണ് ഒരുങ്ങുന്നത്. അവർ ആചാര ലംഘനം നടത്തുകയാണ് അവിടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് കുടുംബം ഇതിനെതിരെ കോടതിയെ സമീപിക്കാൻ പോകുന്നത്. പക്ഷേ നാട്ടുകാർ പറയുന്നു ഇതിൽ ദുരൂഹതയുണ്ട്, എന്താണ് സംഭവിച്ചത് എന്നറിയണം, BJP ഇതിനെ വർഗീയവൽക്കരിക്കുകയാണ് എന്നാണ് നാട്ടുകാർ ഇതിനെതിരെ അല്ലെങ്കിൽ കുടുംബത്തിനെതിരെ ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായാലും അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. ഈ സമാധിയിലെ ദുരൂഹതയെ സംബന്ധിച്ചാണ് ഇന്ന് ഔട്ട് ഓഫ് ഫോക്കസ് ആദ്യം സംസാരിക്കുന്നത്. അജിംസ്, ഒരാൾ അങ്ങനെയൊക്കെ അവിടെ ചെന്നങ്ങ് സമാധിയായി പോകാനൊക്കെ ഉള്ളൊരു സാധ്യതയുണ്ടോ? ഇതൊക്കെ നമ്മൾ പലതരത്തിലുള്ള സിനിമകളിലും അല്ലെങ്കിൽ കഥകളിലും ഒക്കെ കേട്ടിട്ടുണ്ട്. സ്വയം മരണത്തിന്റെ സമയം തീരുമാനിക്കുക, അതിന് പിന്നാലെ മരണപ്പെടുക. അതുപോലെയാണ് ഇവിടെ സംഭവിച്ചത്. എന്താണ് ഇതിന് പിന്നിലെ ദുരൂഹതകൾ? ഒരു മനുഷ്യന് സ്വന്തം മരണത്തിന്റെ സമയം മുൻകൂട്ടി അറിയാൻ കഴിയും. അയാൾക്ക് സ്വയം മരണം എന്താണ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുക, എന്നിട്ട് ആ മരണത്തിലേക്ക് സ്വയം നടന്നെടുക്കുക. അതിന് ആത്മഹത്യ എന്ന് പറയാൻ കഴിയില്ല, മരണസമയം പ്രെഡിക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് ഞാൻ കേട്ടിട്ടുണ്ട് എന്നല്ലാതെ ഞാൻ അങ്ങനെയൊക്കെ ഒരാളെ കണ്ടിട്ടില്ല ഇതുവരെ. പലരുടെയും മരണത്തെക്കുറിച്ച് അത് സമാധിയാണെന്ന് പറയുന്നുണ്ട്. പല സന്യാസിമാരുടെയും മരണങ്ങൾ സമാധിയാണെന്ന്. ഉദാഹരണത്തിന് ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള സന്യാസിയായിരുന്നല്ലോ ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിന്റെ മരണത്തെ സമാധി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ശ്രീനാരായണ ഗുരു സമാധി എന്നാണല്ലോ പറയാറ്. ശരിക്കും സമാധി എന്ന് പറഞ്ഞാൽ മരണം എന്ന് തന്നെയല്ലേ? അല്ല, ശ്രീനാരായണ ഗുരു മരിച്ചത് അസുഖം വന്നിട്ടാണ്. അദ്ദേഹം ഒരു ചരിത്ര പുരുഷനാണല്ലോ. അദ്ദേഹത്തിന്റെ എഴുതപ്പെട്ട ചരിത്രത്തിൽ അദ്ദേഹം അസുഖം വന്നാണ് മരിച്ചത്. അദ്ദേഹം ചികിത്സ തേടി പല സ്ഥലത്തും കോയമ്പത്തൂരും മദ്രാസിലൊക്കെ യാത്ര ചെയ്തിരുന്നു. പിന്നെ അദ്ദേഹം മരിച്ച സ്ഥലം ഇപ്പോഴും, ആ സമാധി സ്ഥലം ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അദ്ദേഹം അസുഖം വന്ന് സാധാരണ മരണം മരിച്ച ആളാണ്. പക്ഷെ അദ്ദേഹം ഒരു സന്യാസി ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ മരണത്തെ സമാധി എന്ന് പറയുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ നടന്ന സംഭവം ഈ സമാധി തന്നെ എന്താണ് എന്നൊരു പ്രശ്നമുണ്ടല്ലോ. സമാധി എന്ന് പറഞ്ഞാൽ മരിക്കുക എന്നുള്ളതല്ല. സമാധി ഈ ബുദ്ധിസ്റ്റ് ഹിന്ദു ട്രഡീഷനിൽ ധ്യാനത്തിനാണ് പറയുന്നത്. ധ്യാനത്തിൻ്റെ പല ഘട്ടങ്ങളിലാണ് ഈ സമാധി വരുന്നത്. അപ്പോൾ സമാധി കഴിഞ്ഞ് തിരിച്ച് നമുക്ക് വരാൻ കഴിയുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. പലർക്കും അത് തിരിച്ചു വരാൻ കഴിയില്ല, ആ വഴി പോകും എന്നുള്ളതാണ് ചിലർ പറയാം. അങ്ങനെയല്ല, പോയിട്ട് തിരിച്ചു വരുന്നവരൊക്കെ ഉണ്ടാവും. അത് മെഡിറ്റേഷൻ്റെ പല തലങ്ങളാണ്. അതൊരു സ്പിരിച്വൽ അനുഭവം, അതിൻ്റെ യുക്തി എന്നാണ്. ഇപ്പോൾ ഒരാൾ ധ്യാനത്തിന് ഇരിക്കുകയാണ്. അപ്പോൾ ധ്യാനത്തിലിരിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന ആത്മീയ അനുഭവങ്ങൾ പുറത്തുനിന്ന് ഒരാൾക്ക് വിമർശിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഒരാൾ പറയുകയാണ്, ഞാൻ ധ്യാനത്തിലിരിക്കുകയാണ്, ഞാൻ എൻ്റെ ആത്മാവ് എൻ്റെ ശരീരത്തിൽ നിന്ന് വേർപെടുന്നതായിട്ട് എനിക്ക് തോന്നി എന്നൊക്കെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് പരിഹസിക്കാൻ കഴിയില്ല. അയാളുടെ വ്യക്തിപരമായ ഒരു അനുഭവമാണ്. അങ്ങനെ പല കാര്യങ്ങളുണ്ടല്ലോ. പക്ഷേ ഈ സമാധി എന്ന് പറഞ്ഞാൽ മരണമാണ് എന്നൊരു തെറ്റിദ്ധാരണ ആൾക്കുണ്ട്. സമാധി യഥാർത്ഥത്തിൽ മരണമല്ല, ധ്യാനമാണ്. അപ്പോൾ ഈ സംഭവത്തിൽ ഉണ്ടായത്, ഈ മനുഷ്യന് 78 വയസ്സുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പേര് മണിയൻ എന്നോ മറ്റോ ആയിരുന്നു. ഒരു നെയ്ത്ത് തൊഴിലാളിയായിരുന്നു. പിന്നീട് അദ്ദേഹം ചുമട്ട് തൊഴിൽ ചെയ്ത് ജീവിച്ച ആളാണ്. കുറേ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു സ്ഥലം വാങ്ങി വീട് വെച്ച് അവിടെ ഒരു ക്ഷേത്രം പണിതു. ഈ പൂജയും കാര്യങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ ഇദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് കുറച്ച് ഇദ്ദേഹം സമാധിയായി എന്ന് പറഞ്ഞതിന് ശേഷം ഇദ്ദേഹത്തെ കാണാതായപ്പോൾ അയൽവാസികൾ ഇദ്ദേഹത്തെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അന്വേഷിക്കും. കാരണം ഈ കുടുംബം ജീവിക്കുന്നത് ഒറ്റപ്പെട്ടിട്ടാണ്. അങ്ങനെ അയൽവാസികളായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. കാരണം അവർ ഐഹികമായ കാര്യങ്ങൾക്ക് താല്പര്യമില്ലാതെ പൂജയും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുന്നതുകൊണ്ടായിരിക്കും അവർ അയൽവാസികളായിട്ട് അത്ര ബന്ധമില്ല. ഇപ്പോൾ ഇദ്ദേഹത്തെ കാണാതായപ്പോൾ അയൽവാസികൾ ആരോ പരാതി കൊടുത്തു. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷിച്ച് വരുമ്പോഴാണ് ഈ കുടുംബം പറയുന്നത് അച്ഛൻ സമാധിയായിട്ടിരിക്കുന്ന സമാധി പീഠത്തിലാണ് അദ്ദേഹത്തെ ഒരു കല്ലറ പണിതതിൽ. പക്ഷെ ആ മകൻ പറയുന്ന കുറേയധികം മാധ്യമങ്ങളോട് സംസാരിക്കും, കുറേയധികം കേൾക്കുമ്പോൾ എല്ലാം പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് പറയുന്നത്. ഇരിക്കുന്നത് കോൺക്രീറ്റ് സ്ലാബല്ല, അത് നപുംസകശിലയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്താണ് ഈ നപുംസകശില? ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ ഒരു സാധനം എന്താണെന്ന്. നപുംസകശിലയാണ് വെച്ചിട്ടുള്ളത്, അത് കോൺക്രീറ്റ് സ്ലാബല്ല എന്ന് അദ്ദേഹം പറയും. നോക്കുമ്പോൾ അത് കോൺക്രീറ്റ് സ്ലാബായിട്ടാണ് നമുക്ക് തോന്നുന്നത്. പിന്നെ അച്ഛൻ ബ്രഹ്മമുഹൂർത്തത്തിൽ സമാധിയായെന്ന് എന്നോട് പറഞ്ഞു. സമാധി ഇരിക്കണമെന്ന് അച്ഛൻ പറഞ്ഞു. അപ്പോൾ അച്ഛൻ തന്നെ നടന്നു വന്നിരുന്നു എന്ന് ചിലർ ആദ്യം പറയുന്നു. മറ്റൊരു മകൻ പറയുന്നു അങ്ങനെയല്ല, ഞങ്ങൾ കൊണ്ടുപോയി ഇരുത്തിയെന്ന് പറയുന്നു.
മൊത്തം പരസ്പര വിരുദ്ധമായിട്ടാണ് അവർ സംസാരിക്കുന്നത്. അങ്ങനെ പരസ്പര വിരുദ്ധമായിട്ട് സംസാരിക്കാൻ ചിലപ്പോൾ മറ്റു ചില കാരണങ്ങളുണ്ടാവും. ഒരു പക്ഷേ അദ്ദേഹം സ്വാഭാവികമായ മരണം വരിച്ചതായിരിക്കാം. അപ്പോൾ സ്വാഭാവികമായ മരണം വരിക്കുമ്പോൾ ഈ കുടുംബവും ചിലപ്പോൾ അദ്ദേഹത്തെ പറ്റി സന്യാസിയാണ്, ദൈവിക കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്, പൂജകൾ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ സ്വാഭാവിക മരണം എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവർ സമാധിയായി അതിനെ വ്യാഖ്യാനിക്കുകയും അങ്ങനെ സമാധിയിരുത്തി കല്ലറയിൽ വെച്ചതും ആകാം. അവർ വിശ്വസിക്കുന്നതിൽ വിശ്വാസപ്രകാരം അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ എങ്ങനെ സമാധി ഇരുത്തണം എന്ന് അവരങ്ങ് തീരുമാനിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ അച്ഛൻ തന്നെ അയാൾ മരിച്ച ആൾ തന്നെ പറഞ്ഞിട്ടുണ്ടാവും എന്നെ എങ്ങനെ ഇരുത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഇതൊന്നും നമുക്കറിയില്ല. പക്ഷേ ഇതിൽ ദുരൂഹത എന്താണെന്ന് വെച്ചാൽ ഇത് ആരും അറിയുന്നില്ല. ഇദ്ദേഹം എപ്പോഴാണ് മരിച്ചതെന്ന് ആർക്കും അറിയില്ല. അങ്ങനെ ഒരു മരണം നടന്നിട്ട് അയൽവാസികൾ പോലും അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് ദുരൂഹത തന്നെയാണ്. കാരണം ഇവർ ജീവിക്കുന്നത് മരുത്വാമലയിലോ അല്ലെങ്കിൽ വനത്തിനകത്തൊന്നും അല്ലല്ലോ. ഒരു സാധാരണ നാട്ടിൻപുറത്ത് നമ്മൾ ഇന്ത്യ എന്ന രാജ്യത്ത്, കേരളം പോലൊരു സംസ്ഥാനത്ത് നിയമവാഴ്ച അനുസരിച്ച് ജീവിക്കുകയാണ്. അപ്പോൾ ഏത് സന്യാസി മരിച്ചാലും അതിന് ചില പ്രൊസീജിയറുണ്ട്. ഒരു ഡോക്ടർ സർട്ടിഫൈ ചെയ്യണം, അദ്ദേഹം മരിച്ചു എന്ന് ഉറപ്പുവരുത്തണം. അങ്ങനെ ചില നടപടിക്രമങ്ങളുണ്ട്. ഈ നടപടിക്രമങ്ങളൊന്നും പാലിക്കാതെ ഇവർ സ്വയം ഇവരുടെ വിശ്വാസത്തിൻ്റെ തീവ്രതയിൽ ഇവർ സ്വയം ചെയ്തതാകാം ഒരുപക്ഷെ. അങ്ങനെ ചെയ്തതാണെങ്കിൽ പോലും അത് തെറ്റാണ്, നിയമവിരുദ്ധമാണ്. അപ്പോൾ അവരെന്താണ് ചെയ്യേണ്ടത്? അത് കാണിക്കുമ്പോൾ അവർ എന്ത് ചെയ്യണം? ആ നിയമവാഴ്ചയ്ക്ക് വഴങ്ങണം. ഇതല്ല അവർ ചെയ്യുന്നത്. അവരെന്താണ് പറയുന്നത്? നിങ്ങൾ അമ്പലത്തിൽ കയറി ശിവലിംഗം ഇങ്ങനെ പിഴുതു മാറ്റിക്കൊണ്ട് പോവുമോ, സൂര്യനെ നിങ്ങൾ ആകാശത്ത് നിന്ന് താഴേക്ക് ഇറക്കുമോ, അത്രമാത്രം പവിത്രമാണ് ഇപ്പോൾ അച്ഛൻ സമാധിയിരിക്കുന്ന സ്ഥലം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ഈ 24ാം നൂറ്റാണ്ടിൽ അങ്ങനെ അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല. കാരണം ഇതിപ്പോൾ അനുവദിച്ചു കൊടുക്കുന്ന കരുതുക, നാളെ ഒരാളെ തല്ലിക്കൊന്ന് ഒരു കല്ലറയിലാക്കി എൻ്റെ അച്ഛനോ അല്ലെങ്കിൽ എൻ്റെ മോനോ സമാധിയായതാണ്, അത് തൊടാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഈ രാജ്യത്ത് നിയമവാഴ്ചയ്ക്ക് പ്രസക്തിയില്ല. അപ്പോൾ അതുകൊണ്ട് ഒന്നുകിൽ അവരെ അനുനയിപ്പിക്കുക, അല്ലെങ്കിൽ ഒരു കോടതിയിൽ ഒരു ഓർഡർ സമ്പാദിച്ചത് പരിശോധിച്ച് പോസ്റ്റ്മോർട്ടം നടത്തി എന്താണ് സംഭവിച്ചതെന്നുള്ളത് വ്യക്തത വരുത്തേണ്ടത് ഭരണകൂടത്തിൻ്റെ ബാധ്യതയാണ്. പക്ഷേ ഭരണകൂടം എന്താണ് ചെയ്തത്? ഇന്നലെ തന്നെ നമ്മൾ അവിടെ കണ്ട കാഴ്ച എന്താണ്? ഈ പോലീസ് അങ്ങോട്ട് വരുമ്പോൾ, സബ് കളക്ടറും വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആ കുടുംബം ആ കല്ലറയുടെ ചുറ്റും നിന്ന് ബഹളം വയ്ക്കുന്നു, കരയുന്നു. പക്ഷെ അതിൽ ഏറ്റവും അശ്ലീലമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിലൊരു മകൻ വിളിച്ചു പറയുകയാണ്, നിങ്ങൾ മുസ്ലിം തീവ്രവാദികളുടെ വാക്ക് കേട്ട് ഇത് പൊളിക്കാൻ വരരുത് എന്ന് പറയുന്നത്. അത് മുസ്ലിം തീവ്രവാദം തമ്മിൽ എന്താണ് ബന്ധം? അതാണ് അതിൽ ഏറ്റവും അശ്ലീലമായൊരു കാര്യം എന്ന് പറയുന്നത്. ഒരു പക്ഷേ ആ നാട്ടുകാർ, പരാതിപ്പെട്ട നാട്ടുകാരിൽ, അല്ലെങ്കിൽ ഇത് പൊളിച്ച് അന്വേഷണം എന്ന് പറയുന്ന നാട്ടിൽ വ്യത്യസ്ത നാനാജാതി മതത്തിൽപ്പെട്ട ആളുകളുണ്ട്. എല്ലാ രാഷ്ട്രീയക്കാരും അതിൽ ഒറ്റക്കെട്ടാണ്. ചില ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് പൊളിക്കരുത്, കുടുംബത്തിനെ അനുനയിപ്പിച്ചതിന് ശേഷമേ പൊളിക്കാവൂ. ആ പറയുന്ന ആളുകൾ ഹിന്ദു ഐക്യവേദിയുടെ പ്രവർത്തകരാണ്. അപ്പോൾ ഹിന്ദു ഐക്യവേദിയുടെ പ്രവർത്തകർ പോലും അത് പരിശോധിക്കരുതെന്ന് പറയുന്നില്ല. അവർ പറയുന്നത് എന്താണ്? കുടുംബത്തിന് നോട്ടീസ് കൊടുക്കുക, നോട്ടീസ് കൊടുത്തിട്ട് അവരുടെ അനുമതിയോടുകൂടി ചെയ്യുക എന്ന് മാത്രമേ അവർ പറയുന്നുള്ളൂ. അല്ലാണ്ട് ബലപ്രയോഗം പാടില്ല എന്നാണ് അവരുടെ വാദം. അപ്പോൾ അതൊക്കെ ഹിന്ദു ഐക്യവേദി പോലും അങ്ങനെ പറയുമ്പോൾ, ഹിന്ദു ഐക്യവേദി മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്, ഈ ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഈ കുടുംബം അവിടെ എന്താണ് മുസ്ലിം തീവ്രവാദം കാണുകയാണ്. മുസ്ലിം തീവ്രവാദികളുടെ വാക്ക് കേട്ട് ഭരണകൂടം ഞങ്ങളെ എന്തോ ചെയ്യാൻ വരുവാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സമാധി എന്ന് പറയുന്ന അന്ധവിശ്വാസം എന്നാണെങ്കിൽ അതിനേക്കാൾ എത്രയും മോശമായൊരു കാര്യമാണ്. അതിനെ പഴിചാരാൻ വേണ്ടി, ഭരണകൂടത്തെ പഴിചാരാൻ വേണ്ടി മുസ്ലിം തീവ്രവാദത്തെ കുറ്റപ്പെടുത്തുകയാണ്. എന്ത് തീവ്രവാദം? അതിൽ മുസ്ലിങ്ങൾക്ക് എന്താണ് കാര്യം? സമാധിയിൽ അല്ലെങ്കിൽ മുസ്ലിം തീവ്രവാദികൾക്ക് എന്താണ് കാര്യം? അവിടെ വന്നവർ അത് ആവശ്യപ്പെടുന്ന മുസ്ലിം തീവ്രവാദികളാണ്. അവിടെ വന്ന സബ് കളക്ടർ അല്ലെങ്കിൽ FIRയുടെ പോലീസ്, ഇവരൊക്കെ തീവ്രവാദികളാണോ? അങ്ങനെയാണോ അവർ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ഒരു സാധാരണ കുടുംബത്തെ പോലും എന്താണ്, അവർക്കൊരു പ്രശ്നം വരുമ്പോൾ അവർക്ക് എളുപ്പം പഴിചാരാനുള്ള ഒന്നായി മുസ്ലിം തീവ്രവാദം മാറുകയാണ് നമ്മുടെ നാട്ടിൽ. ഇത് നമ്മൾ മുമ്പ് പല കാര്യങ്ങളിലും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യത്തിൽ അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഏറ്റവും എളുപ്പത്തിൽ പഴിചാരാനുള്ള ഒരു വാക്കായി ഈ തീവ്രവാദം, മുസ്ലിം തീവ്രവാദം മാറുന്നു എന്നുള്ളത് വളരെ അടിവരയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. രണ്ടാമത്തെ കാര്യം, മത തീവ്രവാദം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഇപ്പോൾ വിശ്വാസം എന്ന് പറഞ്ഞൊരു ലോജിക്കും ഇല്ലാത്ത കാര്യമാണ്. നമുക്ക് തെളിയിക്കാൻ കഴിയാത്ത, ഇപ്പോൾ ദൈവം ഉണ്ടെന്നോ ഇല്ലെന്നൊക്കെ തെളിയിക്കാൻ കഴിയാത്ത എന്നൊരു വിശ്വാസമാണ്. അതിൽ യുക്തിയൊന്നുമില്ല, അത് സയൻസുമായിട്ടൊന്നൊരു ബന്ധവുമില്ല. പക്ഷേ ആ വിശ്വാസം അപരനു ദ്രോഹകരമാവുകയോ അല്ലെങ്കിൽ സ്വയം തന്നെ ദ്രോഹകരമാവുകയോ അങ്ങനെയുണ്ടല്ലോ. അപ്പം ഞാൻ ഭയങ്കര ദൈവവിശ്വാസിയാണ്, ഞാൻ എല്ലാ ദിവസവും വ്രതം അനുഷ്ഠിക്കാം എന്ന് തീരുമാനിച്ച് ഞാൻ തന്നെ ഭക്ഷണം കഴിക്കാതെ മരിച്ചു പോകുന്നൊരവസ്ഥ ഉണ്ടാകുന്നത് അത് തീവ്രവാദം തന്നെയാണ്. അപ്പോൾ വ്രതം അനുഷ്ഠിക്കുക എന്നുള്ളതൊക്കെ എല്ലാ മതങ്ങളിലും ഉള്ള കാര്യമാണ്. ഇപ്പോൾ ഒരാൾ തീരുമാനിക്കുകയാണ് എനിക്ക് ഭയങ്കരമായ ദൈവവിശ്വാസമാണ്, ഞാൻ എല്ലാ ദിവസവും നോമ്പ് പിടിച്ച് കളയാം എന്ന് പറഞ്ഞിട്ട് ഒരാൾ മരിച്ചു പോയാലോ, അതൊരു തീവ്രവാദമാണ്. അതുപോലെ ഒരാളുടെ മതവിശ്വാസം കൊണ്ട് മറ്റ് മനുഷ്യന്മാർക്ക് ദ്രോഹം ഉണ്ടാവുകയാണെങ്കിൽ അതൊരു തീവ്രവാദമാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കണം. ഒന്നാമത് മതതീവ്രവാദം എന്താണെന്ന് മനസ്സിലാക്കണം. രണ്ട്, അന്ധവിശ്വാസങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം. മൂന്ന്, ഈ ഭരണകൂടത്തിൻ്റെ ഒരു നിലപാട്. ഭരണകൂടം ഇപ്പോൾ ഇന്നലെ തന്നെ ആ ബഹളം കാണുക, ഇന്നലെ ആ മുദ്രാവാക്യം വിളിച്ചിട്ട് ഭരണകൂടം എന്ത് ചെയ്യാണ്? അവർ പിൻവാങ്ങുകയാണ്. അവരുടെ അടുത്ത ആശ്രയം എന്താണ്? ഇനി കോടതിയിൽ പോയിട്ട് കോടതി ഉത്തരവായിട്ട് വരിക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇവരുടെ നോട്ടീസ് കൊടുത്ത് ഇവർ വിളിച്ചു വരുത്തുക എന്നുള്ളതാണ്.
ഒരു സാധാരണ നിയമ നടപടിക്രമത്തെ പോലും വിശ്വാസം പരിചയാക്കാൻ കഴിയും, അതിനെതിരെ വിശ്വാസം പരിചയാക്കാൻ കഴിയും എന്നുള്ളതാണ്. ഇതിപ്പോൾ ആദ്യത്തെ ഉദാഹരണമല്ല. ഈ മതം, അത് ഏത് മതവുമാണെങ്കിലും ഏത് മത സമുദായം അല്ലെങ്കിൽ സമുദായ നേതാക്കന്മാരുമായി ബന്ധപ്പെട്ട നിയമ നടപടികളിൽ അവർ അതിനെ തടയാൻ ശ്രമിക്കുന്ന എപ്പോഴും എന്താണ്? ഈ വിശ്വാസം എന്നൊരു പരിച, അല്ലെങ്കിൽ ഞാൻ വലിയ ആത്മീയ പുരുഷനാണ്, എൻ്റെ ഓഫീസ് അല്ലെങ്കിൽ എൻ്റെ മഠം അല്ലെങ്കിൽ എൻ്റെ ആരാധനാലയം ഇവിടെ കയറി പോലീസ് കയറാൻ പാടില്ല. അപ്പോൾ നിയമ നടപടികളെ വിശ്വാസം ഉപയോഗിച്ച് തടയുന്നത് തികച്ചും ജനാധിപത്യ വിരുദ്ധമായ കാര്യമാണ്. അവിടെ ഭരണകൂടം പിൻവാങ്ങുന്നത് ഒരു തെറ്റായ മെസ്സേജാണ് കൊടുക്കുക. നാളെ ഇതുപോലുള്ള സമാനമായ സന്ദർഭങ്ങൾ ആവർത്തിക്കും. അന്ന് അവിടെ സമാധി ഇരുത്തിയപ്പോൾ നിങ്ങൾക്ക് പോലീസിന് കയറാൻ മടിയായിരുന്നല്ലോ, ഇന്ന് എൻ്റെ അടുത്ത് നിങ്ങൾക്ക് വരാൻ പ്രശ്നമില്ലല്ലോ എന്ന് വേറൊരു മതവിഭാഗം ചോദിക്കും. മറ്റൊരു മതവിഭാഗം അവരോട് രണ്ടുപേരും ഇല്ലാത്ത സമീപനം ഞങ്ങളോട് എന്താണ്? ഇത്തരത്തിലുള്ളൊരു മെൻറ്റാലിറ്റിയിലേക്ക് സമൂഹം പോവുകയാണ്. അവിടെ ഭരണകൂടം ചെയ്യേണ്ടത് നിയമ നടപടികളെ കർക്കശമായി പാലിക്കുക, കർശനമായി മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അതിൽ മറ്റു തരത്തിലുള്ള ആക്ഷേപങ്ങളെ ഭരണകൂടം മുഖവിലക്കെടുക്കാൻ പാടില്ല. യെസ് നിഷാദ്, ഇപ്പോഴും 21ാം നൂറ്റാണ്ടിൽ ഈ അന്ധവിശ്വാസങ്ങൾ പേറുന്നവരുണ്ട് എന്നതാണ് നെയ്യാറ്റിൻകരയിലെ കാഴ്ചയിൽ നിന്ന് മനസ്സിലാകുന്നത്. അവിടെ ഒരു വിശ്വാസങ്ങൾക്കെതിരായ പ്രവർത്തനമോ ഒരു ആചാര ലംഘനമോ ഒക്കെ നടന്നു എന്ന് നിഷാദ് കരുതുന്നുണ്ടോ? ഒന്നാമത് വിശ്വാസം, അവരുടെ അച്ഛൻ ഒരു സ്വാമിയാണ്, അദ്ദേഹം ദൈവത്തിലേക്ക് നേരിട്ട് വിലയം പ്രാപിച്ചു, ഞങ്ങൾക്കിനിയിപ്പോൾ വലിയ ഒരു ശക്തി സ്രോതസ്സായിട്ട് ഈ സമാധി മണ്ഡലം നിലനിൽക്കുകയാണെന്നൊക്കെയുള്ള അവരുടെ വിശ്വാസമാണ്. തികച്ചും വ്യക്തിപരമാണ്, അവരുടെ കുടുംബത്തിൻ്റെ പ്രൈവറ്റ് സംഗതിയാണത്. അതൊന്നും നമ്മൾ കമൻറ്റ് ചെയ്യുന്നതിൽ കാര്യമില്ല. കാരണം വിശ്വാസത്തെ നേരത്തെ അജിംസ് പറഞ്ഞ പോലെ ഓരോ വിശ്വാസത്തെയും എടുത്ത് ഡിസെക്ട് ചെയ്യാൻ പോയാൽ പലതരത്തിലുള്ള ലോജിക്കലായിട്ടുള്ള കമൻറ്റ്സ് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. അത് മാറ്റി നിർത്തിയാൽ ദിവ്യ ഏതൊരു മാൻ മിസ്സിംഗ് കേസാണ്. അവിടെ ഉണ്ടായിരുന്ന ഒരാളെ കാണാനില്ല എന്ന പേരിൽ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തൊരു മാൻ മിസ്സിങ്ങിന് പോലീസ് ഇട്ടിരിക്കുന്ന FIR ആണ്. ആ മാൻ മിസ്സിംഗ് കേസിന് അടിസ്ഥാനമായ സംഗതികൾ അവിടെ ഉണ്ട്. എന്ന് വെച്ചാൽ അവർക്കെല്ലാവർക്കും സുപരിതനായിരുന്ന, ആ നാട്ടിൽ ജീവിച്ചു പോന്നിരുന്ന ഒരാൾ ഇപ്പോഴവിടെ ഇല്ല എന്ന് മാത്രമല്ല, അദ്ദേഹം സമാധിയായി എന്ന് മകനൊരു ഫ്ലെക്സ് ബോർഡ് അടിച്ച് വഴിയിൽ ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ്. എന്താണ് അയാൾക്ക് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. നാളെ ഈ കല്ലറ പൊളിച്ചാൽ അതിനകത്ത് ഈ മനുഷ്യൻ്റെ മൃതശരീരമുണ്ടോ എന്നതിൽ പോലും ഉറപ്പില്ല. എവിടെയാണ് ഇദ്ദേഹം പോയിട്ടുള്ളതെന്ന് ഉറപ്പില്ല. ഈ കല്ലറയ്ക്കകത്തുണ്ടെന്ന് മോഹനല്ലേ പറയുന്നത്. കല്ലറയ്ക്കകത്ത് തന്നെയാണ് ഉള്ളതെന്നാണ് ഒന്നാമത് ഉറപ്പാക്കേണ്ട കാര്യം. അത് നമുക്ക് ഉറപ്പില്ല, പോലീസിന് ഉറപ്പില്ല. എവിടെയെങ്കിലും മറ്റെന്തെങ്കിലും അത്യാഹിതത്തിൽ ഇദ്ദേഹം പെട്ടുപോയിട്ട് ഒരു കല്ലറ ഉണ്ടാക്കി ഞാൻ സീൽ ചെയ്തു, അച്ഛൻ അതിനകത്തുണ്ട് എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കേണ്ട ബാധ്യത സ്റ്റേറ്റിനില്ല, സമൂഹത്തിനില്ല. ഇവിടെ ഒരു നിയമമുണ്ട്. വീട്ടിൽ കിടന്ന് മരിച്ചാൽ പോലും നേരത്തെ പറഞ്ഞ പോലെ ഒരു ഒരു ഡോക്ടർ സർട്ടിഫൈ ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് സംശയം തോന്നായിരിക്കുന്നതാണ്. ഒരാൾ പ്രായാധിക്യത്തെ തുടർന്ന് വീട്ടിൽ കിടക്കുന്നു, അവസാനത്തെ രോഗശൈലിയിൽ കിടക്കുന്നു, ആളുകളൊക്കെ വന്ന് കാണുകയും അദ്ദേഹത്തെ അവസാനമായി കാണുകയും ചെയ്യുന്നു. അങ്ങനെ ഒരാൾ സ്വാഭാവികമായി മരണപ്പെട്ടാൽ ആർക്കും സംശയമില്ല. ഇത് ആർക്കും ആക്സസ് ഇല്ലാത്തൊരു സ്ഥലത്ത് ഒരാൾ പെട്ടെന്ന് മരിച്ചു എന്നൊരു പ്രഖ്യാപനം പുറത്ത് എഴുതി ഒട്ടിക്കുകയാണ് എല്ലാ കർമ്മങ്ങളും പൂർത്തിയായ ശേഷം. അപ്പോൾ ഇത് ബൈ ഓൾ മീൻസ് ഇതൊരു പോലീസ് കേസാണ്. ഈ കേസിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പോലീസിന് കഴിയണം. എന്താണ് ആ മനുഷ്യന് സംഭവിച്ചിട്ടുണ്ടാവുക? അയാൾ മരിച്ചു പോയെങ്കിൽ സ്വാഭാവിക മരണമായിരുന്നോ, അതോ അദ്ദേഹം ഏതെങ്കിലും തരത്തിലുള്ള ആപത്തിൽപ്പെട്ടോ, അദ്ദേഹത്തെ ആരെങ്കിലും അപായപ്പെടുത്തിയോ? ഇത് ഈ രാജ്യത്ത് ജീവിച്ചിരിക്കുന്ന ഓരോ പൗരനുമുള്ള അവകാശമാണ്. അത് ഈ മരിച്ചുപോയ മണിയൻ എന്ന് പറയുന്ന ഗോപൻ സ്വാമിക്കുള്ള അവകാശമാണ്. അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത് എന്ന കാര്യം അന്വേഷിക്കാൻ സ്റ്റേറ്റിന് ബാധ്യതയുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ മരിച്ചുപോയയാളുടെ അവകാശത്തിൽപ്പെടുന്ന കാര്യവും കൂടിയാണ്. അത് നിർവഹിക്കുന്നതിനാണ് ഈ നിലയ്ക്ക് തടസ്സപ്പെടുന്നതെന്ന് കാണാം. മക്കൾ പറയുന്നതിൽ നേരത്തെ പറഞ്ഞവരെല്ലാം പരസ്പര വിരുദ്ധമായ കാര്യങ്ങളുണ്ട്. ഒരാൾ പറയുന്നു അച്ഛൻ അവിടെ പോയി മരിച്ചതിന് ശേഷം ഞങ്ങൾ പിന്നെ എല്ലാ കർമ്മങ്ങളും പൂർത്തിയാക്കി അദ്ദേഹത്തെ അടക്കി. വേറൊരാൾ പറയുന്നു മരിച്ചതിന് ശേഷം കൊണ്ടുപോയെന്നുള്ള സൂചന നിലയ്ക്ക് വർത്തമാനം പറയുന്നു. ആകപ്പാടെ ഇത് കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, ഇത് അച്ഛൻ്റെ മരണത്തെ ഒരുതരം പരിധി കവിഞ്ഞ ദിവ്യത്വത്തിലേക്ക് എടുത്തുയർത്തി അതിനെ കുറച്ചുകൂടി ഒരു വിശ്വാസ കേന്ദ്രമാക്കി ഡെവലപ്പ് ചെയ്യാനുള്ള കുറച്ചുകൂടി കൊമേഴ്സ്യലായ താല്പര്യങ്ങൾ പോലും ഉണ്ടോ എന്ന് സംശയം തോന്നും ഇതൊക്കെ കാണുമ്പോൾ. അല്ലെങ്കിൽ എന്താണ്, വളരെ ജെന്യുവിനായിട്ടുള്ള കാര്യങ്ങൾക്കകത്ത് മനുഷ്യന് ഇത്രയും വലിയ ഒരു പ്രതിരോധം ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. ആത്മാർത്ഥമായ വിശ്വാസമാണെങ്കിൽ, എൻ്റെ അച്ഛൻ ആത്മാർത്ഥമായിട്ടുള്ള മരണം വരിക്കുകയാണ് ചെയ്തത്, നിങ്ങൾ പരിശോധിച്ചോ എന്ന് പറയാം. അയൽവാസികൾ 1-2 പേരെങ്കിലും ഇത് കണ്ടിരുന്നെങ്കിൽ ഈ വിഷയം വരില്ലായിരുന്നു. ആരെയും അടുപ്പിക്കുന്നില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ സമാധി വേറെ ആരും കാണാൻ പാടില്ല എന്നാണ്. സമാധി എന്ന് പറഞ്ഞാൽ നമുക്ക് കേട്ടുപരിചയമുള്ള ഒരാൾ സ്വയം തീരുമാനിച്ച് മരണം വരിക്കുന്നു എന്നൊക്കെയുള്ളത് നമ്മൾ കഥകളിലും പുരാണങ്ങളിലും കണ്ടതല്ലാതെ അങ്ങനെ ആരെങ്കിലും ഒരു സമയം കൃത്യമായി തീരുമാനിച്ച് വെറുതെ ഇരുന്ന് പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള നടപടിയില്ലാതെ തനിയെ മരിച്ചു എന്നുള്ളത് കഥയായിട്ട് ഞാൻ കേട്ടിട്ടുള്ളൂ. അപ്പോൾ അത് കഥ തന്നെയാണ്. കാരണം എന്താണ്, മറ്റുള്ള ആളുകളെ വിളിച്ച് കാണിക്കാൻ പറ്റില്ല, കാണിച്ചിട്ട് എന്താണ്, അത് ഇല്ലാത്തൊരു സംഗതി കാണിക്കാൻ പറ്റൂ. അപ്പോൾ അതിനകത്ത് അടിമുടി ദുരൂഹതയുണ്ട്. ആ ദുരൂഹത എന്ന് പറയുന്നത് മാറ്റുക എന്നുള്ളത് ഇവിടെ ഈ രാജ്യത്ത് ജീവിച്ചിരിക്കുന്ന നമ്മൾ ഓരോരുത്തരുടെ ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമാണ്, നമ്മുടെ അവകാശത്തിൻ്റെ ഭാഗം കൂടിയാണ്. കാരണം നേരത്തെ പറഞ്ഞ പോലെ നാളെ ആർക്കും ഇതെൻ്റെ, അപ്പോൾ ഉദ്ദേശം ചോദിക്കുക, നാളെ വേറൊരു സ്വാമിക്ക് ഇവിടെ സമാധിയാവാൻ പറ്റില്ലേ? എന്താണ് ഈ പറഞ്ഞു വരുന്നതെന്ന്
എന്ന് വെച്ചാൽ ഈ സമാധിയാവാനുള്ള, ഇങ്ങനെ ദുരൂഹമായി സമാധിയാകാനുള്ള അവകാശമാണ് ഞങ്ങൾക്ക് വേണ്ടതെന്നാണ് കുടുംബം പ്രഖ്യാപിക്കുന്നത്. ഇങ്ങനെ ദുരൂഹമായി ആരുടെയും മേലെ സ്ലാബിട്ട് വെച്ച് കോൺക്രീറ്റ് ചെയ്യാനുള്ള അവകാശം വേണമെന്നാണ് അവിടെ ബഹളം വെക്കുന്ന ഹിന്ദു ഐക്യവേദി ഓർ എനി കൈൻഡ് ഓഫ് സംഗതി ബഹളം വെക്കുന്ന ആൾക്കാർ പറയുന്നത്. അതല്ലല്ലോ. എല്ലാ നിയമവും നിങ്ങൾ ഏത് വിശ്വാസവും കൊണ്ടെടുക്കാം. ഇന്ത്യൻ നിയമത്തിന്, അതായത് മനുഷ്യരുടെ സുരക്ഷയ്ക്ക് മേലെയുള്ള ഒരു വിശ്വാസാന്തരം ഇന്ത്യയിലില്ല. നിങ്ങൾക്ക് എന്ത് വിശ്വാസം കൊണ്ട് നടക്കാം, അത് പക്ഷേ നിങ്ങളുടെ വിശ്വാസമായിരിക്കണം. മറ്റൊരാൾക്കത് ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല. ഇന്ത്യൻ നിയമവ്യവസ്ഥയ്ക്ക് പുറത്തുകൂടി നിങ്ങൾക്ക് വിശ്വാസം കൊണ്ട് നടക്കാനും പാടില്ല. അതുകൊണ്ട് അത് പരിശോധിക്കാൻ സ്റ്റേറ്റ് തയ്യാറാവണം. സുപ്രീം കോടതി പോലും നമ്മൾ ഇപ്പോൾ കാണുന്ന ഒരു സംഗതിയാണ്. എന്താണ്, വിശ്വാസത്തിൻ്റെ കാര്യം പറഞ്ഞു വന്നാൽ എല്ലാവരും ഒന്ന് പതറുക. അങ്ങനല്ല വേണ്ടത്. വിശ്വാസത്തിൻ്റെ കാര്യം പറഞ്ഞു വന്നാൽ ഏത് പള്ളിയും കുഴിച്ച് പരിശോധിക്കാൻ അനുമതി കൊടുക്കുന്ന പരമോന്നത നീതിപീഠങ്ങൾ പോലും ഉണ്ടായിരിക്കുന്ന ഒരു നാട്ടിൽ ഇവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെൻറ്റും അതിൻ്റെ മെഷീനറിയും ഒക്കെ ഒന്ന് ശരിക്കും പതറുന്നത് സ്വാഭാവികമാണ്. പക്ഷെ അങ്ങനെ പതറി തുടങ്ങിയാൽ പിന്നെ നാളെ ഇപ്പോൾ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ആ സിനിമയിൽ ഒരു വക്കീലിൻ്റെ കഥാപാത്രം മോഹൻലാൽ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ഈ ഭൂതത്തെ നീ പേടിച്ചാൽ പിന്നെ നിനക്ക് ഒരിക്കലും അവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ ഇത്തരം ഉമ്മാക്കികളെ ഭരണകൂടം ഭയപ്പെട്ടാൽ, ഞാൻ ആ വാക്ക് തന്നെ ഉപയോഗിക്കും, നാളെ ഏതൊരു മനുഷ്യൻ്റെയും ദുരൂഹമായ മരണങ്ങൾ അന്വേഷിക്കാൻ കഴിയാത്ത വിധം വിശ്വാസത്തിൻ്റെ മതിലുകൾ ഉയർന്നു വരും. മുസ്ലിം വർഗീയവാദികളെ എന്നുറക്ക വിളിച്ചാൽ അവിടെ എല്ലാവരും ഒന്ന് സ്തബ്ധരാവുക എന്ന് നമ്മൾ അനുവദിച്ചു കൊടുക്കാനേ പാടില്ല. അതുകൊണ്ട് ഇത് തുറക്കാൻ പോലീസിന് കഴിയണം, ശരിയാമണ്ണുള്ള പരിശോധന നടത്താൻ കഴിയണം എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഫേസ്ബുക്കിലൊക്കെ നിരന്തരമായിട്ട് വർഗീയത പറയുന്ന നിരീക്ഷകർ പോലും ഇത് തുറക്കണമെന്ന അഭിപ്രായമുള്ളവരാണ്. അപ്പോൾ പിന്നെ തുറക്കട്ടെ ഞാൻ പറയാം. യെസ്, എന്തായാലും ഇവിടെ ആ കുടുംബത്തിൻ്റെ ആചാരങ്ങളും വിശ്വാസങ്ങളും ഒക്കെ ഉണ്ട്, അതൊക്കെ മാനിക്കുന്നു. പക്ഷേ അതിൻ്റെ പേരിൽ ഒരു മരണത്തിൻ്റെ മുകളിൽ ഒരു പുകമറ സൃഷ്ടിക്കാൻ അനുവദിച്ചുകൂടാ. അവിടെ കല്ലറ പൊളിച്ച് മൃതദേഹം ഉണ്ടെങ്കിൽ അത് പുറത്തെടുത്ത് എന്ത് സംഭവിച്ചു ഗോപൻ സ്വാമിക്ക് എന്നത് അറിയേണ്ടതുണ്ട്. അതുമായി മുന്നോട്ട് പോകേണ്ടത് തന്നെയാണ് എന്നാണ് അഭിപ്രായം.